ഈ പരിക്കേറ്റ 5 പേരുണ്ട്. അതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ജബ്ബാർ, ബഷീർ എന്നിവർക്കാണ് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ ആരോഗ്യസ്ഥിതി ഗുരുതരാവസ്ഥയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും അവർക്കിപ്പോൾ അടിയന്തര ചികിത്സ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. ഈ നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് പോലെ വലിയ കൂറ്റൻ സ്ലാബുകൾ, കോൺക്രീറ്റ് സ്ലാബുകൾ അത് താഴെ നിരിക്കുകയായിരുന്നു. തൊഴിലാളികളുടെ ദേഹത്തേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഈ സ്ലാബ് മനുഷ്യരുടെ മേലേക്ക് വീട് കഴിഞ്ഞാൽ വലിയ പരിക്കുണ്ടാകും. അത്തരത്തിലുള്ളതാണ്. കാലപ്പഴക്കം വന്ന കെട്ടിടമാണ്. ഏകദേശം 70 വർഷത്തോളം കാലപ്പഴക്കം ഈ കെട്ടിടത്തിനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോർപ്പറേഷൻ ഇത് പൊളിക്കാൻ തീരുമാനിച്ചതാണെന്നാണ് മനസ്സിലാക്കുന്നത്. പലർക്കും നോട്ടീസ് കൊടുത്തു. പല കടകൾ ഉടമകളും ഒഴിഞ്ഞുപോയി. പക്ഷേ ചില കടയുടമകൾ ഇപ്പോഴും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിലേറ്റവും ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസമാണ് ഈ കെട്ടിടത്തിൽ പുതിയൊരു കെട്ടിടത്തിന് ഷോപ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ശ്രീ ഗണേഷ് ട്രേഡേഴ്സ് എന്ന പേരിൽ പുതിയൊരു കെട്ടിടം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയ ബോർഡ്, ഷട്ടറൊക്കെ വെച്ചിരിക്കുന്ന പുതിയ കെട്ടിടം. ഇങ്ങനെ കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിൽ പൊളിച്ചു മാറ്റാൻ വെച്ചിരിക്കുന്ന കെട്ടിടത്തിൽ എങ്ങനെയാണ് പുതിയൊരു ഷോറൂമിന്, ഒരു ഗോഡൌണിന് അനുമതി ലഭിച്ചത്? ആരാണ് അനുമതി നൽകിയതെന്ന് വലിയൊരു ചോദ്യമുണ്ട്. ഏതായാലും ആ രീതിയിൽ അതീവ ഗൗരവാവസ്ഥയിലുള്ള, അപകട ഭീഷണിയിലുള്ള, ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന ഒരു കെട്ടിടമായിട്ട് കൂടി, 70 വർഷം പഴക്കമുള്ള കെട്ടിടമായിട്ട് കൂടി ഇവിടെ കടകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ തൊഴിലാളികൾ, സ്വാഭാവികമായും ഇത്തരം ഗോഡൌണുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുണ്ട്. അവർക്ക് വിശ്രമത്തിനും മറ്റുമായി മറ്റു തൊഴിലാളികൾ പറയുന്നത് അവർ ജോലി ചെയ്തവരുടെ കണക്കുകളൊക്കെ കൂട്ടുന്ന, അങ്ങനെ വിശ്രമത്തിനും കണക്കുകൾ കൂട്ടാനും ഒക്കെയായി ചെലവഴിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ സ്ഥിരമായി 10, 20, 25 തൊഴിലാളികൾ ഒരുമിച്ചിരിക്കാറുള്ള സ്ഥലമായിരുന്നു. പക്ഷേ ഇന്ന് ഭാഗ്യവശാൽ കുറച്ച് തൊഴിലാളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും അങ്ങനെ ഇരിക്കുന്ന ഉപയോഗത്തിലുള്ളൊരു കെട്ടിടമാണ്. അതുകൊണ്ട് തന്നെയാണ് തൊഴിലാളികൾ അപകടത്തിൽ പെട്ടിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഗോഡൌണിലുള്ള തൊഴിലാളികളുണ്ട്, തൊട്ട് സമീപ പ്രദേശങ്ങളിലുള്ള മറ്റ് കടകളുടെ തൊഴിലാളികളുണ്ട്. ഇവരെല്ലാം ഈ അപകടത്തിൽ, ഈ പരിക്കേറ്റ 5 പേരിൽ ഉണ്ട്. ഈ അപകടമുണ്ടായ ഈ ഗോഡൌണിലുള്ളവരുണ്ട്, തൊട്ടടുത്ത കെട്ടിടത്തിലുള്ള തൊഴിലാളികളുമൊക്കെ ഉണ്ട്. ഏതായാലും 2 പേരുടെ നില നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം, ജബ്ബാർ, തന്നെ ബഷീർ, ഈ 2 പേരുടെ നില അതീവ ഗുരുതരമായ സാഹചര്യത്തിലാണ് ഉള്ളത് എന്നുള്ളതാണ്. മറ്റുള്ളവർക്കും സാരമായ പരിക്കേറ്റിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ചികിത്സ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപകടമുണ്ടായ ഉടൻ തന്നെ ഇവിടെയുള്ള തൊഴിലാളികൾ, വലിയങ്ങാടിയിലെ തൊഴിലാളികൾ തന്നെയാണ് 2 പേരെ പുറത്തെടുത്തത്. മറ്റ് 2 പേരെ ഫയർഫോഴ്സ് എത്തി സ്ലാബ് മുറിച്ച് മാറ്റിയ ശേഷമാണ് പുറത്തിറക്കാൻ സാധിച്ചിട്ടുള്ളത്. ഉടനെ തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് നീക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ അപകടം, ഈ കെട്ടിടം, ഇതിൻ്റെ പല ഭാഗങ്ങളിലും ഈ സമാനമായ രീതിയിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ തോതിൽ അപകടം ഉണ്ടായില്ലെങ്കിൽ കൂടി പല ഭാഗങ്ങളിലും കോൺക്രീറ്റ് സൺഷേഡുകളും കോൺക്രീറ്റിൻ്റെ പല ഭാഗങ്ങളും തകർന്നു വീഴുന്ന സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യാപാരികൾ, അടുത്തുള്ള വ്യാപാരികളും തൊഴിലാളികളും ഒക്കെ പറയുന്നുണ്ട്. പലരും